KM ഉമ്മർ സാഹിബ് ഉൾപ്പെടെ ഇതിൻ്റെ സഹോദരൻ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി കൂടുകയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൂടിയായ ബഹുമാന്യനായ പൊറ്റേരി ഹമീദ് സാഹിബ് അവറുകളെ ഈ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയും തുടർന്ന് അങ്ങോട്ട് ഒരുപാട് യോഗങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം ഇതിൻ്റെ നവീകരണ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഈ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോയപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്നും നല്ല സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചു വന്നിട്ടുള്ളത്. കമ്മിറ്റി കുഞ്ഞമ്മദാജിക്ക ഉള്ള സമയത്ത് തന്നെ കമ്മിറ്റി കൂടി തീരുമാനിച്ചതാണ് ഈ ഒരു ലക്ഷ്യവും വെച്ചുകൊണ്ട് വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുക, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെ സഹോദരങ്ങളുമായി ഈ ആശയം പങ്കുവെക്കുക എന്ന്. ഈ ആശയം പങ്കുവെച്ചപ്പോൾ എല്ലാ ആളുകളും ഇവിടെ 3 കമ്മിറ്റികളാണ് ഈ പ്രദേശത്ത് ഉള്ളത്. ഒന്ന് അബുദാബിയിലെ കിംജ, ഖത്തറിലെ കിസ്വ, ഷാർജയിലെ തെക്കുവ. ഈ 3 കമ്മിറ്റിയുടെ ആളുകളും ഒരേ സ്വരത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരാമെന്നും ബഹുമാന്യനായ പ്രസിഡന്റ് അമീർക്കയും അതേപോലെ തന്നെ ഞാനും കൂടി ഈ 3 സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നല്ല സഹായ സഹകരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ സമയം വൈകിയത് കൊണ്ട് കൂടുതൽ നീട്ടിപ്പരത്തി പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഈ ഉദ്യമവുമായി മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ നമ്മോട് സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ പള്ളിയുടെ പരിപാടി, ബസ് സ്റ്റോപ്പിലെ പള്ളി നമ്മുടെ കബീറാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. 1 വർഷം കൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെങ്കിലും അതിന് മുമ്പായിക്കൊണ്ട് തന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അദ്ദേഹം ഏർപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായി എല്ലാ ആളുകളും സഹായിക്കണം, സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 259ഓളം വീടുകളുള്ള ഒരു മഹല്ലത്താണ്. ഈ മഹല്ലത്തിൽ ഒരു ജുമാഅത്ത് പള്ളി, അതിൻ്റെ കീഴിലുള്ള നിസ്കാരപ്പള്ളിയാണ്. ബഹുമാന്യനായ ചാലിയാട്ട് ഇസ്മായിൽ ഹാജി അവറുകളാണ് ആ പള്ളിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ അമ്മദാജിക്കയായിരുന്നു ആ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അമ്മദാജിക്ക് ഇന്ന് രോഗശയ്യയിൽ വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ രോഗ അവസ്ഥയിൽ വീടുകളിലും ഹോസ്പിറ്റലുകളും ഒക്കെ ഉണ്ട്. ഈ കമ്മിറ്റിയുമായി ഏറെ സഹായിക്കുകയും സഹകരിക്കുകയും കമ്മിറ്റിയുടെ സാരഥ്യം ഒക്കെ വഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഹോസ്പിറ്റലുകളിലുണ്ട്. അവർക്കൊക്കെ അവരുടെ ദ്വായിൽ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സമയം ഏറെ വൈകി. മഗ്‌രിബിന് ശേഷം ബഹുമാന്യനായ മുസ്തഫ ഉദവിയുടെ പ്രഭാഷണം കൂടി ഈ പരിപാടിയിൽ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിപാടിയിലേക്കും എല്ലാ ആളുകളും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ മഹല്ല് ജമാഅത്തിൻ്റെ പ്രസിഡന്റ് പൊറ്റേരി ഹമീദ് ഹാജി അവർകളാണ്. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. കുഞ്ഞമ്മദാജിയുടെ വിയോഗത്തിന് ശേഷം നമ്മെ അതേ രീതിയിൽ തന്നെ ഈ മഹല്ലത്തിനെ നയിക്കുന്ന ബഹുമാന്യനായ പ്രസിഡന്റ് ഹമീദ് ഹാജിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ എല്ലാ തിരക്കുകളും മാറ്റിച്ചുകൊണ്ട് ഖത്തറിൽ ആക്കോട് ഇസ്ലാമിക് സെൻ്ററിൻ്റെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ഖത്തറിലുള്ളപ്പോൾ ബഹുമാന്യനായ മുസ്തഫ ഉദവി ആക്കോടിൻ്റെ സാന്നിധ്യത്തിൽ ഹമീദ് അലി ശിഹാബ് തങ്ങളെ ഖത്തർ ചാപ്റ്ററിൻ്റെ പ്രതിനിധികളായ അയ്യൂബും റഷീദ് പൊറ്റേരി ഉൾപ്പെടെയുള്ള ആളുകൾ നേരിൽ കാണുകയും അവരാണ് ഇവർ 2 പേരെയും ഒരേ ദിവസം നമുക്ക് ഡേറ്റ് വാങ്ങിച്ച് തന്നിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന ആദരണീയനായ ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവരുകളെ ഈ കഴിഞ്ഞ മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി, മഹല്ലത്തിന് വേണ്ടി, ഈ പ്രദേശത്തുകാർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ചടങ്ങിൽ വളരെയേറെ ഒരുപാട് കാലം നമ്മോടൊപ്പം സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ കോമത്ത് അബൂബക്കർ സാഹിബ് അവർകൾ. നമുക്കറിയാം, ഈ പള്ളി, നമ്മുടെ പിറകിലുള്ള പള്ളി നിർമ്മാണ ഘട്ടത്തിൽ ഏറെ ആശങ്കയോടുകൂടി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ അറബ് സഹോദരങ്ങളുടെ സഹകരണത്തോടുകൂടി ഇവിടെ ഒരു മനോഹരമായ ജുമാഅത്ത് പള്ളി നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. ഈ പള്ളി നിർമ്മാണത്തിനും അദ്ദേഹം തന്നെയാണ് ഈ പ്രദേശത്ത് ആദ്യമായി കയ്യൊപ്പ് ചാർത്തുന്നത്. അദ്ദേഹമാണ് ഈ പള്ളിയുടെ നമ്മുടെ ഈ പ്രദേശത്തു നിന്നുള്ള ഫണ്ടിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അബൂബക്കർ സാഹിബ് അവർകൾ ഏറാമല പ്രദേശത്തെ മഹല്ല് ജമാഅത്തിൻ്റെ സാന്നിധ്യം വഹിക്കുന്നതാണ്. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പ്രഗത്ഭ വ്യക്തിത്വമാണ്. ഏറാമല എന്ന് പറയുമ്പോൾ അബൂബക്കർ സാഹിബ് കെടഞ്ഞിക്കാരൻ തന്നെയാണ്. ഒരുപാട് ബന്ധങ്ങളുള്ള അബൂബക്കർ സാഹിബ് അവറുകളെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്, ഞങ്ങൾ ഖത്തറിലൊക്കെ പോയപ്പോൾ ഏറെ ഈ പള്ളിയുടെ കാര്യങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിർദ്ദേശങ്ങൾ തരികയും ഞങ്ങളോടൊപ്പം തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുകയും നല്ല രീതിയിൽ ഈ സംരംഭവുമായി സഹകരിക്കുകയും ചെയ്ത ബഹുമാന്യനായ PM സാദിഖ് അവറുകളാണ്. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ജീവകാരുണ്യ രംഗത്ത്, അതേപോലെ കരിയാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാഫക്കി ട്രസ്റ്റിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ, പെരിങ്ങത്തൂർ മഹലിൻ്റെ ഖത്തർ ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ
പെരിങ്ങത്തൂരിൽ ഉയർന്നു വരുന്ന ഏതാണ്ട് ദിവസങ്ങൾക്കകം ഉയർന്നു വരുന്ന ഡയാലിസ് സെൻ്ററിൻ്റെ ഒക്കെ അമരത്ത് നിൽക്കുന്ന ബഹുമാന്യനായ PM സാദിഖ് സാഹിബ് അവറുകളാണ് നമ്മുടെ ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ മുൻ ചെയർമാൻ, നമ്മുടെ പ്രദേശത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മോടൊപ്പം നിൽക്കുന്ന, എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്ന നാസർ മാസ്റ്റർ അവറുകളാണ് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മദ്രസയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ T മഹ്റൂഫ് സാഹിബ് മഹല്ലി ജമാഅത്തിൻ്റെ പ്രസിഡന്റായും ഏറെക്കാലം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ മഹല്ലി ജമാഅത്തിൻ്റെ മുൻ പ്രസിഡന്റും പാനൂർ നഗരസഭാ കൗൺസിലർ കൂടിയായ ആവോലം ബഷീർ സാഹിബാണ് ഇതിൽ ആശംസകൾ അർപ്പിക്കുന്നത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ നമ്മുടെ ഇളയക്ഷണം സ്വീകരിച്ച നമ്മുടെ നാട്ടുകാരൻ തന്നെയായ TT ഫാറൂഖ് സാഹിബ് അവർകൾ, നമുക്കറിയാം ഈ പ്രദേശത്ത് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് മത്തിപ്പറമ്പ് മഹല്ലത്തിൻ്റെയും. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെടുകയും നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മഹൽ വ്യക്തിത്വമാണ് TT ഫാറൂഖ് ഹാജി അവർകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത മഹല്ല് ആയ കാവുംപുറം മഹലിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനായ മൊയ്തു ഹാജി ഫിർദൌസ് അവർകൾ, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ സംരംഭങ്ങളോടൊപ്പം സഹകരിക്കുന്ന ഒരു മഹല്ലത്താണ്. ഈ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിച്ചപ്പോൾ ഖത്തറിലായാലും ദുബൈയിലായാലും നമ്മളേറെ സഹായിച്ചിട്ടുള്ള ഒരു മഹല്ലത്തിലെ വ്യക്തിത്വമാണ് ബഹുമാന്യനായ മൊയ്തു ഹാജിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിക്ക്, നമ്മുടെ ഈ നാട്ടിൻ്റെ എല്ലാ സ്പന്ദനങ്ങൾക്കും നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന, ഏത് കാര്യങ്ങളായാലും നമ്മുടെ നാട്ടിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള കിംജ അബുദാബിയുടെ പ്രവർത്തകന്മാർ, നമുക്കറിയാം നാട്ടിൻ്റെ എല്ലാ സംരംഭങ്ങളോടും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾ വിദേശത്ത് പോയപ്പോൾ ആദ്യമായി ഞങ്ങൾ പോയത് ഖത്തറിലാണ്. ഖത്തറിലെത്തിയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നല്ല ഒരു സ്വീകരണവും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് നമുക്ക് നല്ല ഒരു ഫണ്ടും കണ്ടെത്താൻ കഴിഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ അബുദാബിയിലെത്തിയപ്പോൾ അബുദാബിയിലും ഞങ്ങൾക്ക് നല്ല സ്വീകരണവും കാര്യങ്ങളും തന്നെയാണ് നൽകിയിട്ടുള്ളത്. അബുദാബി കിംജിയുടെ പ്രസിഡന്റ് ഖജാൻജി നസീർ തുണ്ടിയിലിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മഹല്ലത്തിലെ എല്ലാ സംരംഭങ്ങളോടും സഹകരിക്കുന്ന ഖത്തർ കിസുവ, നമുക്കറിയാം കടഞ്ഞിയിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങൾ ഖത്തറിലാണ് ആദ്യം ഇറങ്ങിയപ്പോൾ ഞങ്ങളെ കൂടെ തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ഖത്തറിലുള്ളത്. ഖത്തറിൽ നിന്ന് ഞങ്ങൾ അബുദാബിയിലേക്ക് പോയപ്പോഴും ദുബൈയിലേക്ക് പോയപ്പോഴും ഞങ്ങളോടൊപ്പം തന്നെ ഖത്തർ കിസ്വയുടെ പ്രസിഡന്റ് റഷീദ് പൊറ്റേരിയും അതേപോലെ തന്നെ അയ്യൂബ് UK ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഖത്തറിൻ്റെ പ്രതിനിധിയായി സംസാരിക്കുന്ന ബഹുമാന്യനായ റഷീദ് പൊറ്റേരി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ തെക്കുവ, ഷാർജ ആൻഡ് ദുബായ് ഈ പ്രദേശത്തെ എല്ലാ കാര്യങ്ങളോടൊപ്പം നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ മഹല്ലത്തിൻ്റെ എല്ലാ നല്ല കൂട്ടായ്മകൾക്കും പിന്തുണ നൽകുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ പ്രതിനിധി ഏറെക്കാലം ഈ പ്രദേശത്തെ ഒരുപാട് ജീവകാരുണ്യ രംഗത്തൊക്കെ ഒരുപാട് സംഭാവനകൾ ചെയ്ത പ്രഗത്ഭ വ്യക്തിത്വമാണ് TK മഹമ്മൂദ് സാഹിബ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നമ്മൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആദരണീയനായ മഹല്ല് ഖാദി മുദസ്സിർ ഫൈസി അവർകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഒട്ടേറെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഖാദി ഉസ്താദ് അവരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവാറുള്ളത്. ഏത് സംശയങ്ങൾ ചോദിച്ചാലും ഉടനെ തന്നെ ഈ പരിപാടിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉസ്താദ് അവர்கள் ഞങ്ങളോടൊപ്പം ഉള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ മഹല്ല് ഭാരവാഹികളായ CK അംസ സാഹിബ്, ചൊവ്വയിൽ കുഞ്ഞബ്ദുള്ള, അതേപോലെ തന്നെ ബൈറൂഹ മഹമ്മൂദ് സാഹിബ്, ബഹുമാന്യനായ KM ഉമ്മർ സാഹിബ് ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായ എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ നമ്മുടെ സെക്രട്ടറി മദ്രസയുടെയും പള്ളിയുടെയും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന MM നിസാർ അവർകൾ ചെറിയൊരു അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും, ഈ മഹല്ലത്തുകാരെയും തൊട്ടടുത്ത മഹല്ലത്തുകാരെയും എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഹമീദ് പൊറ്റേരിയോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്യാതിഥി PM സാദിഖ്, വേദിയിൽ ഉപരിഷ്ഠയായ ബഹുമാനപ്പെട്ട നാസർ മാസ്റ്റർ, T മഹ്റൂഫ്, ആവലം ബഷീർ, മൊയ്തു ഹാജി ഫിർദൌസ്, നസീർ, റഷീദ് P, TK മഹമ്മൂദ്, നിസാർ MM,
CK ഹംസ, മറ്റ് ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട ഫാറൂഖ് ഹാജി, മറ്റ് സദസ്സിൽ ഉള്ള നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആരിസ് ഇവിടെ വളരെ വ്യക്തമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട മഹല്ല് ഖത്തീബ് മുദ്ദസ്സിർ ഫൈസി, ബഹുമാനപ്പെട്ട വേദിയിലുള്ള നാസർ മാസ്റ്റർ, മാറൂഫ്, അവലം ബഷീർ, എന്നെ കരീം, മൊയ്ദ് ഹാജി, ടി നസീർ, റഷീദ് പി, TK മുഹമ്മദ്, നിസാർ MM, CK ഹംസ അടക്കമുള്ള നേതാക്കളെ, നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, നമ്മുടെ ഒരുമിച്ചുകൂടൽ സ്വാലിഹമരായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ ഹലാൽ ഉദ്ദേശങ്ങളും അള്ളാഹു നിരതുരുകയും ചെയ്യട്ടെ. നാം ഇവിടെ ഒരുമിച്ചുകൂടിയ പോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നമ്മേവരെയും അള്ളാഹുദെ പോലെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. കിടഞ്ഞി ബസ് സ്റ്റോപ്പ് നിസ്കാരപ്പള്ളിയുടെ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് തുടർന്ന് അതിൻ്റെ ഇന്നും നാളെ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന വേദിയിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശവാസികളുടെ ചിരകാലാഭിലാഷമാണ് ബസ് സ്റ്റോപ്പ് പള്ളി നവീകരിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്കതിൻ്റെ ഇന്ന് തുടക്കം കുറിക്കപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് തുടങ്ങി പൂർത്തീകരിച്ചുകൊണ്ട് അവിടെ നമസ്കാരം നിർവഹിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിരവധി ആളുകൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കുകയും സഹകരിക്കുകയും ഇതിനെ ചെയ്തിട്ടുണ്ട്. ഇനിയും സഹായിക്കാനൊക്കെ തന്നെ ധാരാളം ആളുകൾ കാത്തിരിക്കുകയുമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അള്ളാഹുവിനെ ഒരു ഭവനം നിർമ്മിക്കാനുള്ള അവസരം നമ്മുടെ മുമ്പിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളി നിർമ്മാണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത്, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും ഒരു അള്ളാഹുവിന് വേണ്ടി ഈ ഭൂമിയിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുത്താൽ അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതാണെന്നാണ്. അത്തരത്തിൽ ഇത്രമാത്രം പ്രതിഫലാർഹമായ ഒന്നാണ് അള്ളാഹുവിൻ്റെ ഭവനം ഈ ഭൂമിയിൽ നിർമ്മിക്കാൻ നമുക്ക് സഹായിക്കാൻ ലഭിക്കുന്നത്. ആ സഹായം എത്ര ചെറിയ സംഖ്യയാണെങ്കിലും ഒരു കാടപ്പക്ഷിക്കിരിക്കാനുള്ള സ്ഥലത്തിൻ്റെ അത്തരത്തിലുള്ള സംഖ്യയാണ് നമ്മൾ നൽകുന്നതെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്വന്തമായി ഒറ്റയ്ക്ക് പള്ളി നിർമ്മിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ നാട്ടിലുള്ളവരുടെയും പ്രവാസികളായ നമ്മുടെ നാട്ടുകാരായ ആളുകളുടെയും ഒക്കെ തന്നെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ പള്ളിയുടെ നിർമ്മാണം നാം ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള നമുക്ക് ലഭിച്ചൊരു അവസരമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്തിന് ചെലവഴിക്കാനുള്ള അവസരമാണ് ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് നൽകാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ തന്നെ കഴിവിൻ്റെ പരമാവധി ഈ സംരംഭവുമായി സഹകരിച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ പങ്കാളികളാണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം പള്ളി അള്ളാഹുവിൻ്റെ ഭവനമാണ്. ആ പള്ളിയിൽ നമസ്കാരം നിർവഹിക്കപ്പെടുമ്പോൾ അവിടെ
ആളുകൾ ഇത്തികാഫിനോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തോടൊപ്പം തന്നെ അതിനുവേണ്ടി സൗകര്യമൊരുക്കി അതിനുവേണ്ടി സാമ്പത്തികമായി സഹായിച്ച് സഹകരിച്ച ആളുകൾ കൂടി അതിൻ്റെ പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും. പള്ളികളിൽ ആളുകൾ വന്ന് നമസ്കരിക്കുന്നു, ജമാഅത്തായി നമസ്കരിക്കുന്നു, അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, ദിക്റുൽ സ്വലാത്തുകൾ ഉരുവിടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിർവഹിക്കപ്പെടുമ്പോൾ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന പോലെ അതിൻ്റെ കാരണക്കാരാൾക്ക് അല്ലാഹു അതിൻ്റെ പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും. മരണപ്പെട്ടാലും നഷ്ടപ്പെടാത്ത അമലാണ്, ജാരിയ സ്വതക്കയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ. മരണപ്പെട്ടാൽ നമ്മുടെ എല്ലാ അമലുകളും നഷ്ടപ്പെടുകയാണ്. 3 കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ബാക്കിയായിട്ടുള്ളാവുക എന്നാണ് അള്ളാഹുവിൻ്റെ നബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നാം നേടിയെടുത്ത നമ്മുടെ ഉപകാരപ്രദമായ നമ്മുടെ വിജ്ഞാനം, നമ്മുടെ സ്വാലിഹീങ്ങളുടെ സന്താനങ്ങൾ ജാരിയ സ്വതക്കയും മാത്രമാണ്. അപ്പോൾ ജാരിയ സ്വതക്കയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഓരോ നാണയത്തുട്ടുകളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സംരംഭത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും. ആവശ്യമായിട്ടുള്ള ഫണ്ടുകളൊക്കെ തന്നെ അബുദാബിയിലെയും ഖത്തറിലെയും അതുപോലെ തന്നെ ദുബായിലെയും ഒക്കെ തന്നെ പ്രവർത്തകന്മാർ കൂട്ടായി ഏറ്റെടുത്തിട്ടുണ്ട്. അത് നാട്ടിലുള്ള ആളുകളും ഇതിനു വേണ്ടി സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ പള്ളികൾ അള്ളാഹുവിൻ്റെ ഭവനമാണ്. ആ പള്ളികൾക്ക് വേണ്ടി സഹായിക്കാനും സഹകരിക്കാനും തയ്യാറാവുക. ഇതൊക്കെ തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗ്ഗങ്ങൾ, വഴികളാണ്. കാരണം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സ്വതക്ക ചെയ്താൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ, അള്ളാഹു നമ്മോട് കൽപ്പിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ തനിക്ക് പ്രതിഫലം ലഭിക്കണമെന്നുള്ള ആ പൂർണ്ണമായ ബോധ്യത്തോടു കൂടി, വിശ്വാസത്തോടു കൂടിയായിരിക്കണം അതിനു വേണ്ടി സ്വതക്ക ചെയ്യേണ്ടത്. അല്ലാതെ ഞാനൊരു ധർമ്മിഷ്ഠനാണ് എന്ന് മറ്റുള്ളവർ കാണാൻ വേണ്ടി ആവരുത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ നൽകുന്ന ഈ സ്വതക്ക, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഈ സ്വതക്ക അള്ളാഹു സ്വീകരിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി നൽകിയാൽ അതിന് അള്ളാഹു ഈ ലോകത്ത് പരലോകത്തും അതിൻ്റെ പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്താൽ ഒരിക്കലും ഇതിനെ പാഴായി പോകുന്നതല്ല. അതിൽ 10 മടങ്ങ് അള്ളാഹു വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനിക്ക് നൽകുന്ന ഒരു കടമായിക്കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അള്ളാഹു കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള ബന്ധം നിലനിർത്താൻ കഴിയും. അള്ളാഹുവിൻ്റെ അടിമകളാണ് നാം. അള്ളാഹുവിൻ്റെ അടിമകളായ നാം അള്ളാഹുവിനെ ആരാധിക്കാനും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനൊക്കെ തന്നെ നാം ബാധ്യസ്ഥരാണ്. ആ രീതിയിൽ നാമൊക്കെ തന്നെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ മറക്കാതെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിற்கு നന്ദിയുള്ള അടിമകളായി, അള്ളാഹു തൻ്റെ കൂടെയുണ്ട്, അവരെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള, അവനെല്ലാം കാണുന്നുണ്ട്. തെറ്റായ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നാളെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം, ബോധവും നമുക്കുണ്ടാകും. ആ രീതിയിൽ തെറ്റിലേക്ക്, തിന്മയിലേക്ക് നീങ്ങാതെ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും തിന്മയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ചെയ്യുകയും നമ്മുടെ മക്കളെയും ഈ വഴിയിലൂടെ വളർത്തിക്കൊണ്ടുവരാനും സാധിക്കണം. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം. ഇന്ന് ലഹരിയിലേക്കും ലൈംഗികതയിലേക്കും അരാജകത്വങ്ങളിലേക്കും എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് നമ്മുടെ മക്കൾ വഴുതി പോകാതെ അവരെ ധർമ്മബോധമുള്ളവരായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി മാറ്റാൻ മതപരമായ വിദ്യാഭ്യാസം നൽകണം. മദ്രസ പ്രസ്ഥാനം അതിലുള്ളതാണ്. മദ്രസ സംവിധാനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും മദ്രസയിലെ വിജ്ഞാനം നൽകി നമ്മുടെ മക്കൾക്ക് ദീനി ബോധത്തോടു കൂടി വളർത്താനൊക്കെ തന്നെ എല്ലാ രക്ഷിതാക്കളും തയ്യാറാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നതിന് ധാരാളം ആളുകൾ പ്രസംഗിക്കാനുണ്ട്. ഇന്ന് നാളെ നടക്കുന്ന പരിപാടിയിലൊക്കെ തന്നെ നിങ്ങൾ പങ്കെടുക്കുകയും ജീവിതം ധന്യമാക്കുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയത്തിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ. ഇതിനുവേണ്ടി ധാരാളം ആളുകൾ നാട്ടിലുള്ളവർ, പ്രവാസ ലോകത്തുള്ളവരൊക്കെ തന്നെ സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, ഇനിയും സഹായിക്കാനിരിക്കുന്നവരൊക്കെയുണ്ട്. അള്ളാഹുർക്ക് തന്നെ അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അള്ളാഹു റാഹത്തും ബർക്കത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. എന്തുദ്ദേശത്താലാണോ സംഭാവന നൽകിയിട്ടുള്ളത് അവരുടെ ഉദ്ദേശം അള്ളാഹുവിനെ അറിയാം. അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കും അള്ളാഹുപരമായ പ്രതിഫലം നൽകട്ടെ. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് മാരക രോഗങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജീവിത പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞുപോയ നിരവധി നമ്മുടെ ബന്ധുക്കളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പ്രിയപ്പെട്ട നമ്മുടെ മഹലിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന പറ്റശ്ശേരി
കുഞ്ഞുമുത ഹജ്ജി, അതുപോലെ തന്നെ ധാരാളം ആളുകൾ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഭർത്താക്കന്മാർ, ഉസ്താദ്മാർ, സാദാത്യങ്ങൾ പലരും മരണപ്പെട്ട കൂട്ടത്തിലുള്ള അവർക്ക് അതിന് മാഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ. അവരെ നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിരവധി രോഗികളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, മാരക രോഗങ്ങളും രോഗങ്ങളും പിടിപെട്ട ആളുകളുണ്ട്. നമ്മുടെ കമ്മിറ്റി അംഗം കൂടിയ ബഹുമാനപ്പെട്ട നിസാർ ഇമാം സുഖമില്ലാതെ ആശുപത്രിയിലാണ്. അള്ളാഹു അദ്ദേഹത്തിനൊക്കെ അള്ളാഹു പൂർണ്ണമായി ശിഫ നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. നിരവധി ആളുകളുണ്ട്, പല രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുന്ന ആളുകൾ, ക്യാൻസർ ബാധിച്ച രോഗികൾ, ഹൃദയ സംബന്ധമായ രോഗികളുണ്ട്, കിഡ്നി സംബന്ധമായ രോഗികളുണ്ട്, അപസ്മാര രോഗികൾ, മാനസിക രോഗികൾ, ശരീരം കൊഴിഞ്ഞു പോയ രോഗികൾ, ജന്മനാസുഖം ബാധിച്ച ആളുകൾ, ആശുപത്രി കഴിയുന്ന ICU കഴിയുന്ന രോഗികളുണ്ട്, വെന്റിലേറ്റർ കഴിയുന്ന രോഗികളുണ്ട്, അപകടങ്ങളിൽപ്പെട്ടവരുണ്ട്, ചെറുതും വലുതുമായ ആളുകളുണ്ട്, പ്രഷർ പുറമേയുള്ള രോഗികളുണ്ട്, കുട്ടികൾക്ക് അസുഖം ബാധിച്ചവരുണ്ട്. അവർക്ക് തന്നെ എന്ത് രോഗമാണെങ്കിലും ഈ മാത്തായ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നൽകിയ സ്വതക്കെ എടുക്കത്തെ ബർക്കത്ത് കൊണ്ടുള്ള പൂർണ്ണമായ ശിഫ നൽകട്ടെ, പൂർണ്ണമായ സലാമത്ത് നൽകട്ടെ, ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. മാരക രോഗങ്ങളെ തൊട്ട്, രോഗങ്ങളെ തൊട്ട്, മഹാമാരിയെ തൊട്ടും, ജീവിത പ്രയാസങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഏവർക്കും നാഫിയ ഇൽമ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നാം അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. മരിക്കുമ്പോൾ കരിമത്ത് തോഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിലിരുന്നും ഹദുർക്ക് സൃഷ്ടിക്കാൻ സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടം വീട്ടുവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വീടുകളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, വീട് നിർമ്മിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വീട് നിർമ്മാണം തുടങ്ങിയവരുടെ എത്ര പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വിവാഹപ്രമെത്തിയ സഹോദരികളും സഹോദരിമാരുമുണ്ട്, സ്വാലിഹ ഇണകളെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ട്, സ്വാലിഹ സന്താനങ്ങളെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, പ്രസവത്തെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. മതപരമായും ഭൗതികപരമായും വിജ്ഞാനകരസ്ഥമാക്കാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമുണ്ട്. ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പരീക്ഷകളൊക്കെ തന്നെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ദീനിൽ ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പ്രവാസികളായ സഹോദരികൾ നമ്മുടെ സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ചവരും സഹകരിച്ചവരുമാണ്. അവരുടെ കച്ചവടത്തിലും കുടുംബത്തിലൊക്കെ അള്ളാഹു റാഹത്തും ബർക്കത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. കച്ചവടത്തിലൊക്കെ ഉള്ള എല്ലാ വിഷമങ്ങളും അള്ളാഹു നീക്കി കൊടുക്കട്ടെ. ജോലിയില്ലാതെ സ്വദേശത്തും വിദേശത്തുനിന്നായിരുന്ന നിരവധി സഹോദരങ്ങളുണ്ട്. ജോലി ആവശ്യത്വം ഗൾഫിലേക്ക് പോയവരും പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അർഹമായ ലഭിക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഹജ്ജും ഉംറയും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല സഹോദരങ്ങളും സഹോദരിമാരുണ്ട്. ആഫിയത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി ഈ വർഷം തന്നെ ഹജ്ജും ഉംറയൊക്കെ തന്നെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വരും കാലങ്ങളിൽ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ആഫിയത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാണം ബന്ധപ്പെട്ടുകൊണ്ട് ഓടി നടക്കുന്നതിന് സംഘാടകർ, ഭാരവാഹികൾ, പ്രവർത്തകന്മാർ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പള്ളിയുടെ നിർമ്മാണത്തിന് പെട്ടെന്ന് പൂർത്തീകരിച്ച് ഉദ്ഘാടനം നിർവഹിക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ സംഗമം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം കൊണ്ട് നിർവഹിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യക്ഷൻ കൊട്ടേരി ഹമീദ് ഖാൻ, വേദിയിലുള്ള പാണക്കാട് തങ്ങൾ, മറ്റ് വേദിയിലും സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മ പ്രത്യേകിച്ചിട്ട് എന്നും പറയണ്ട, ഇവരെല്ലാ കമ്മിറ്റിയിലും ഖത്തറിലാണ് ക്ഷണിക്കാറുണ്ട്. വർഷത്തിലുള്ള നോമ്പ് തുറയായാലും മറ്റു പല സംരംഭങ്ങളിലും ഇവരെ കൂടെ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. കടിഞ്ഞി പ്രദേശം എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും പറയേണ്ടയില്ല. അപ്പം കുറേ മതിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവരെ മനസ്സിലിപ്പോൾ മതിൽ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളായ, മതിലുകൾ കൂടിയിട്ടുണ്ടെങ്കിലും മനസ്സിൽ മതിൽ വരാത്ത
നല്ലൊരു കൂട്ടായ്മയുള്ളൊരു മനുഷ്യന്മാരെ ഇവിടെയുള്ള ആൾക്കാർ. അള്ളാഹു അതെപ്പോഴും നിലനിർത്തട്ടെ. എന്തു പറഞ്ഞാൽ എന്ത് സംരംഭങ്ങളിലും പൊതുവെ നമ്മളെപ്പോൾ നിങ്ങളൊരു അസൂയയായിട്ട് കാണുന്ന ആൾക്കാർ, നിങ്ങളെ ഈ പരിപാടി എന്ത് സംഗതിയാലും ഇപ്പം കഴിഞ്ഞതിൻ്റെ ഒരു പരിപാടി വെച്ചാൽ തന്നെ എല്ലാവരും വളരെ ഒരു കൂട്ടായ്മയോടെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് നമ്മൾ എപ്പോഴും കാണൽ. ഞാനും ഇതുപോലെ തന്നെ പെരിങ്ങത്തൂർ മഹലിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഞാനും. ഭാരിച്ചൊരു സ്വാഗത പ്രസംഗത്തിൽ ഹാരിസ് പറഞ്ഞ പോലെ വലിയൊരു ഉത്തരവാദിത്വം മഹല്ല് കമ്മിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. ശിഹാബ് തങ്ങളുടെ നാമത്തിൽ ഏകദേശം ഒരു 20 സെൻറ്റിൻ്റെ മേലെ ഓൾറെഡി നമ്മളവിടെ സ്ഥലമെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഫണ്ടെല്ലാം ഇതേപോലെ തന്നെ സാധിക്കൽ തങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ പൈസയും ഡയാലിസിൻ്റെ പൈസയും എല്ലാം കിട്ടിയിട്ടുണ്ട്. കരിയാടിലുള്ള പ്രസിദ്ധി നിങ്ങൾക്കറിയാം. വളരെ പ്രയാസത്തിലാണ് കരിയാട് ഡയാലിസിസ് സെൻറ്റർ പോകുന്നതെന്നുള്ള പ്രയാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്കിത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട് ഡയാലിസിസ്. വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമായിട്ടെടുത്ത് ഈ മഹലിൽ ഒതുക്കാൻ പാടില്ല. നിങ്ങളെ കൂട്ടായ്മയോടെയും അതിൽ വേണ്ടതുണ്ട്. ഒറ്റ മഹല് മാത്രമല്ല, സംയുക്ത മഹലിലാണ് അത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതും കൂടി നിങ്ങളോട് ഒരു സഹകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണം അതിൻ്റെ കൂടെ വേണ്ടതുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇത്രയും ഈ ചെറിയ ഈ സംരംഭം എന്ന് പറഞ്ഞാൽ അത്യാവശ്യ ഘടകമുള്ളൊരു പള്ളി തന്നെ ഇത്. പൊതുവെ പള്ളി അങ്ങ് പൊളിക്കുക അത് ചെയ്യാന്നുള്ളൊരു പ്രവൃത്തിയല്ല ഇവിടെ കണ്ടേ. നിങ്ങൾക്കറിയാം അതിൻ്റെ സ്വാധീനാവസ്ഥയും കാര്യങ്ങളെല്ലാം. അവിടെ അതിനെക്കൊണ്ട് ഇമാമത്ത് എന്തായാലും നിൽക്കുമ്പോൾ ആൾ വരുന്നൊരു സ്ഥലം തന്നെയാണ്. ഇനി ഫ്യൂച്ചറിൽ ഈ റോഡ് കണക്ടിവിറ്റി ആയാലും പോവുകയും ചെയ്യാൻ പോകുന്ന റോഡ്, അതിന് വലിയൊരു ഉത്തരവാദിത്തം തന്നെ നമുക്ക് തന്നെ ഉണ്ട്. പൊതുവെ നമ്മളെ വീട്ടിൽ വന്നിട്ട് സൗകര്യം ഇല്ലെങ്കിൽ ആരും ഒന്നും പറയൂല. ഒരു പള്ളിയിൽ വന്നിട്ട് സൗകര്യം ഇല്ലെങ്കിൽ പൊതുവെ പറയും എന്ത് നാട്ടുകാരെ വൈ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. അത് നമ്മളെല്ലാവരെയും കുറ്റപ്പെടുത്തുക. ആ മഹലിലുള്ള ഓരോ വ്യക്തിനെ കുറ്റപ്പെടുത്തുക. ഒരു പള്ളി വൃത്തിയാക്കേണ്ടി ഇവർക്ക് ആകുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ പെരുങ്ങത്തൂർ പള്ളിയിൽ നിങ്ങൾക്ക് വന്നാൽ അടുത്ത ഔദ് സൗകര്യം ആയിക്കോട്ടെ, അവിടെ വാഷ്റൂം ആയിക്കോട്ടെ, പാർക്കിംഗ് ആയിക്കോട്ടെ, ക്യാൻറ്റീൻ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം ഒരു ഭാഗമാകാൻ ഖത്തർ കമ്മിറ്റിക്ക് ആയിട്ടുണ്ട്. ചെറിയ ഭാഗം ഇപ്പോൾ ഔദ് ഞങ്ങളെ പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ദുബൈക്കാർ ഏറ്റെടുത്തിട്ടാണ് വളരെ വൃത്തിയിലുള്ള ഒരു ഔദും കാര്യമെല്ലാം ചെയ്ത്. ഇതുപോലത്തെ കൂട്ടായ്മയിലൂടെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, ഖത്തറിലായിക്കോട്ടെ അവിടെ വന്നു തന്നെ ഹാരിസും ഹമീദൊക്കെ അവിടെ വന്നിട്ട് പങ്കെടുത്ത മീറ്റിങ്ങിൽ തന്നെ വലിയൊരു എമൗണ്ട് ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതെല്ലാം സന്തോഷത്തോടെ, ഇവരാരെയും ഒരു പ്രഷറോ കാര്യമോ ചെയ്തിട്ടൊന്നല്ലാതെ ചെയ്ത് എല്ലാവരും വളരെ മനസ്സോടെ ചെയ്തൊരു സംഗതി എന്ന് എൻ്റെ മനസ്സ് ഫീൽ ചെയ്ത് അത്രയും ഉൾക്കൊണ്ടിട്ടാണ് ഓരോരുത്തരും ആ പൈസ കൊടുത്തതെന്നുള്ള ഞാൻ കണ്ട്. എന്നാൽ ഞാനും ആ സദസ്സിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ പറഞ്ഞ സമയത്തിൻ്റെ മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ എല്ലാവരെയും സഹകരണവും ഇതെല്ലാം ഇവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ള പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയാം. നിങ്ങൾ ആ കൂട്ടായ്മ അള്ളാഹു നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ മുഖ്യാതിഥിയായി നമ്മുടെ പരിപാടിക്ക് എത്തിച്ചേർന്ന PM സാദിഖ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു പരിപാടിയിലാണ് നാം ഇവിടെ വന്നിട്ടുള്ളത്. കിടഞ്ഞി ബസ് സ്റ്റോപ്പ് നിസ്കാരപ്പള്ളിയുടെ നവീകരണ പ്രവർത്തനത്തിന് ഇവിടെ തറക്കല്ലിട്ടിരിക്കുകയാണ്. കിടഞ്ഞിയെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ബസ് സ്റ്റോപ്പ് പള്ളി. ബസ് സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ യാത്രക്കാരായ ആളുകൾക്കൊക്കെ ഏറെ സൗകര്യം ലഭിക്കുന്ന ഒരു നിസ്കാരപ്പള്ളിയാണ്. പരിമിതമായ സ്ഥലത്ത് ആധുനിക രീതിയിൽ നവീകരിക്കുന്ന പള്ളിയുടെ
നവീകരണ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കേണ്ടതുണ്ട്. കടഞ്ഞിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആളുകൾ ഇസ്ലാമിക ചിഹ്നങ്ങൾ എന്നും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രദേശമാണ് കടഞ്ഞി പ്രദേശം. അത് മജ്ലിസ് നൂറായാലും സലാത്തായാലും മറ്റ് നേർച്ചകളായാലും അടുത്തുള്ള പ്രദേശത്തേക്കാളൊക്കെ വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു പ്രദേശമാണ് കടഞ്ഞി. മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനം, കൂടാതെ പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രത്യേകത കടഞ്ഞിയിലുണ്ട്. അടുത്തുള്ള മഹലുകാരായ ഞങ്ങളൊക്കെ കിഴഞ്ഞിയുടെ ഈ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നോക്കിക്കാണും. അത് ഇവിടെ സാധിക്കുന്നത് ഇവിടുത്തെ കൂട്ടായ്മയാണ്, ഈ പ്രദേശത്തിൻ്റെ കൂട്ടായ്മയാണ്. യാതൊരുവിധ വിഭാഗീയതയുമില്ലാതെ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഒരു നൂൽ കോർത്ത മുത്തുമണി പോലെ ഇവിടുത്തെ ആളുകൾ ഏത് പ്രയാസം ആര് പറഞ്ഞാലും, ഏതെങ്കിലും ഒരു ആൾക്ക് രോഗം വന്നാൽ ഭീമമായ തുക ആവശ്യമെന്ന് കണ്ടാൽ ഉടനെ തന്നെ അവരതിന് പ്രതിവിധി കാണും. സാമ്പത്തികമായിട്ട് വലിയ ഉഷാറൊന്നും ഇല്ലാത്ത പ്രദേശമാണെങ്കിൽ കൂടി ഉള്ളവരോട് വാങ്ങിയില്ലാത്തവന് കൊടുക്കും. ഒരാൾ ഇപ്പോൾ ആശുപത്രിയിലായി ഭീമമായ തുക വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനുള്ള പൈസ സമാഹരിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങളെ പ്രദേശത്തേക്കാളൊക്കെ വളരെ നല്ല നിലയിൽ നടക്കുന്ന ഒരു പ്രദേശം വന്ന് കഴിഞ്ഞു. അത് എന്നും ഇവിടെ നിലനിർത്തട്ടെ എന്ന് ആശിക്കുന്നു. കൂടാതെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ആരിസ് സൂചിപ്പിച്ച കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് 2004 ഏകദേശം 21 വർഷം മുമ്പ് വിനീതനായ ഞാൻ ഇതുപോലുള്ളൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ജുമാഅത്ത് പള്ളിയുടെ തറക്കല്ലിടൽ കർമ്മം. അന്ന് ഖത്തറിൽ ഞാൻ ജോലി ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ബോർഡിൽ ഞാനും ഒന്നിച്ച് 17 വർഷത്തോളം ജോലി ചെയ്ത ജാസിം ഹസൻ ഗരീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിരുന്നു. 32 വയസ്സ് പ്രായമായിരുന്നു അന്ന് അയാൾക്കുണ്ടായിരുന്നു. ഞാനും ജാസിമും ഒന്നിച്ചൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ പേരിൽ ഒരു പള്ളി വേണം. ഉടനെ തന്നെ ഞാനത് കിടഞ്ഞിയിലെ എൻ്റെ നാട് പോലെ തന്നെയുള്ള നാടാണ് കിടഞ്ഞിയിലെ എൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ അത് അറിയിക്കുകയും അതനുസരിച്ച് പ്രിയപ്പെട്ട ജാസിം നമുക്ക് അന്ന് ഈ പള്ളി നിർമ്മിച്ചു നൽകുകയും ചെയ്തു. കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഞാൻ ഖത്തറിൽ പോയപ്പോൾ, റമദാൻ ഒരു 15 ദിവസം മുമ്പ് ഞാൻ ഖത്തറിൽ പോയപ്പോൾ ഞാൻ ജാസിമിനെ പറ്റി അന്വേഷിച്ചു. ഞാൻ എപ്പോഴും പോകുമ്പോൾ ജാസിമുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 15 ഞാൻ ഖത്തറിൽ പോയപ്പോൾ ഞാൻ ജാസിമിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ജാസിം മരണപ്പെട്ടു എന്ന വിവരമാണ് എനിക്ക് കിട്ടിയത്. പെട്ടെന്ന് ഒരസുഖം വന്ന് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കബറിടം അള്ളാഹു സ്വർഗപൂങ്കാവനമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഈ പള്ളിയുമായി, ഈ ബസ് സ്റ്റോപ്പ് നിസ്കാരപ്പള്ളി നവീകരണവുമായി ബന്ധപ്പെട്ട് ഗൾഫ് നാടുകളിൽ പര്യടനത്തിൻ്റെ ഷെഡ്യൂളൊക്കെ തീരുമാനിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ട നമ്മുടെ വെട്ടിയേരി കുഞ്ഞമ്മദ് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കടിഞ്ഞി ജമാഅത്ത് പള്ളി മഹല്ല് ജമാഅത്തിൻ്റെ പ്രസിഡന്റ്, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പറ്റേരി ഹമീദ അച്ചവറുകളെ, ഇവിടെ സ്വാഗതം ഭാഷണം നടത്തിയ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സുഹൃത്ത് ടി കെ ഹാരിസ്, ഇവിടെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തുള്ള എൻ്റെ ബഹുമാന്യ സുഹൃത്ത് പി എം സാദിഖ്, ബഹുമാന്യപ്പെട്ട അബൂബക്കർ അടക്കം
വേദിയിൽ ഉപരിഷ്ഠമായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, ഒരു ദീർഘമായി സംസാരിക്കേണ്ട സമയമല്ല. മഹ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും മഹത്തായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. പടച്ച റബ്ബിന് വേണ്ടി നമ്മൾ ഭവനം നിർമ്മിക്കുകയാണ്. ഈ ഭൂമി ലോകത്തെയും പ്രപഞ്ചത്തെയും നമ്മളെയും ചരാചരങ്ങളെല്ലാം സൃഷ്ടിച്ച റബ്ബ് നമുക്ക് സാമ്പത്തികമായിട്ടും നമുക്കെല്ലാ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് തന്ന പടച്ച റബ്ബ്, ആ പടച്ച റബ്ബിന് വേണ്ടിയാണ് നമ്മളൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കടഞ്ഞി പ്രദേശത്തെ ഇസ്മായിൽ ഹാജിക്ക തുടക്കം കുറിക്കുകയും അവിടെ ആരംഭിക്കുകയുണ്ടായിരുന്ന ഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം നിസ്കരിക്കാനുണ്ടാവുകയും പിന്നീട് അതിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ നിസ്കരിക്കാൻ വരുന്ന ഒരു പള്ളിയായി അത് മാറുകയും ചെയ്തപ്പോൾ അത് നിലവിലുള്ള സൗകര്യം പോരാ എന്ന് മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അത് പുതുക്കി പണിയാൻ വേണ്ടി തീരുമാനമെടുത്തത്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പള്ളി നിർമ്മിക്കുക എന്ന് പറയുന്നതിൻ്റെ പുണ്യം സ്വർഗത്തിൽ നമുക്കൊരു ഭവനം പടച്ച റബ്ബ് നിർമ്മിച്ചു തരുമെന്നാണ്. അതിന് പ്രവർത്തിക്കുന്ന ആളുകൾ, അതിന് സാമ്പത്തികമായി സഹായിക്കുന്ന ആളുകൾ, അതിന് തടികൊണ്ട് സഹായിക്കുന്ന ആളുകൾ, അതുകൊണ്ട് മനസ്സുകൊണ്ട് സഹായിക്കുന്ന ആളുകൾ, നമുക്കൊന്നും കൊടുക്കാനില്ലെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്യാൻ പടച്ച റബ്ബേ അത് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ചൊന്ന് കാണണമേ എന്ന് നമ്മളെ മനസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് പോലും വലിയ കൂലി നൽകുന്ന ഒരു വലിയ സൽക്കർമ്മമാണ് യഥാർത്ഥത്തിൽ മഹ്‌ല് ജമാഅത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ പ്രദേശത്തൊക്കെയുള്ള പള്ളികൾ മനോഹരമായി നമ്മുടെ കൺകുളിർമയെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ച പള്ളികളാണ് നമ്മുടെ പ്രദേശങ്ങളെ പുതുക്കി പണിതുകൊണ്ടേയിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവസാന ലോകം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായ പള്ളികളുണ്ടാവും, പള്ളികളൊക്കെ നിസ്കരിക്കാൻ ആളുകൾ കുറഞ്ഞു വരുന്ന ഒരു കാലം വരും എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള തലമുറയല്ല, വരുന്ന നമ്മുടെ മക്കളും വരുന്ന തലമുറയും, ആ തലമുറയടക്കം നമ്മുടെ പള്ളികളിലേക്ക് കൊണ്ടുവരിക, ദീനീ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മഹല്ലിൻ്റെ ഒരു കടമ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളും വിവരങ്ങളൊക്കെ നമ്മളല്ലാതെ മാനസികമായി തളർന്നു പോകുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമ്മളിന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അത്തരം തിന്മകളിൽ നിന്നും അത്തരത്തിൽ പ്രവർത്തനങ്ങളിലൊക്കെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്ന നല്ല ദീനി ബോധമുള്ള പടച്ച റബ്ബിനെ പേടിക്കുന്ന നല്ല തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഈ കടഞ്ഞി ജുമാ മസ്ജിദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പിരിവിന് വേണ്ടി ഏകദേശം ഒരു മാസത്തോളമായി ആരിസും അതേപോലെ തന്നെ അമീദിക്കൊക്കെ ഖത്തർ, ദുബൈയൊക്കെ പര്യടനം. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇതെന്തിനാ ഇത്രമാത്രം ഈ കടഞ്ഞിയിലുള്ള ഈ ചെറിയൊരു പള്ളി പുതുക്കി പണിയാൻ ഇങ്ങനെ ഇവർ പോകേണ്ട ഒരു അവസ്ഥയുണ്ടോ എന്നുള്ള ചിന്തിച്ചു പോയിട്ടുണ്ട്. കടഞ്ഞിയെ സംബന്ധിച്ചിടത്തോളം നേരെ അബൂബക്കറൊക്കെ പറഞ്ഞതുപോലെ അത് കടഞ്ഞിക്ക് ഉണ്ടായിരുന്ന അള്ളാഹു നൽകിയ ഒരു വലിയ ഒരു അനുഗ്രഹവും നിയമത്തുണ്ട്. ആ നിയമത്തും അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന് മറ്റുള്ളവരെ കൊണ്ട് കുറവ് പറയിക്കുകയോ അല്ലെങ്കിൽ പരാതി പറയിക്കുകയോ തരത്തിലേക്ക് അതിനെ വിജയിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ കൂട്ടായ പ്രവർത്തനം സാദിഖ് സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ മാതൃക സൃഷ്ടിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ കടഞ്ഞിയിലുള്ള പ്രദേശത്തിലെ ആളുകൾ. ഇവിടെ മനോഹരമായ ഒരു LP സ്കൂൾ, ഏറ്റവും നല്ല ഹൈടെക് സ്കൂളാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു മദർസ ഇവിടെ നിൽക്കുകയാണ്, പള്ളി ഇവിടെ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പ്രദേശമായി കടഞ്ഞിയെ മാറ്റിയെടുത്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവരൊക്കെ ആഹാരം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് നേർ നൽകിയ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഏതായിരുന്നാലും നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരു വർഷമാണ് ഇതിൻ്റെ കോൺട്രാക്ടർ കബീർ പറഞ്ഞതെന്ന് പറയും. ഒരു വർഷവും വേണ്ട, ഒരു 6 മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പം തന്നെ എല്ലാ ചാപ്റ്റർ കമ്മിറ്റികളും അവരുടേതായ റോള് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഫണ്ട് കൈമാറേണ്ട പണി മാത്രമേ ഉള്ളത്. അപ്പോൾ ഏതായിരുന്നാലും എത്രയും പെട്ടെന്ന് നമുക്കത് പണി പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല സംരംഭം ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുള്ള മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികളെയും സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ നല്ല ചടങ്ങിന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് അല്ലാഹു ഇത് പണി പൂർത്തീകരിച്ച് കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടും. ഇതേപോലെ നല്ല ഒരു ഉദ്ഘാടന ചടങ്ങ് നമുക്കെല്ലാം സംബന്ധിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അധ്യക്ഷൻ പൊറ്റേരി ഹമീദാജി അവരുകളെ, പ്രിയപ്പെട്ട പാനൂർ മുനിസിപ്പൽ മുൻ ചെയർമാൻ വി നാസർ മാസ്റ്റർ, നമുക്ക് ഏറെ പ്രിയപ്പെട്ട കോമത്ത് അബൂബക്കർക്ക, ജീവകാരുണ്യ പ്രവർത്തനത്തിന് നമ്മുടെ മേഖലയിൽ മുന്നിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സാദിഖ്, താവുംപുറം മഹല്ല് ജമായത്തിൻ്റെ പ്രസിഡൻറ്റ് പ്രിയപ്പെട്ട മൊയ്തുവാജിക്ക, നമ്മുടെ മഹല്ല് ജമായത്തിൻ്റെ ജനറൽ സെക്രട്ടറി ടി കെ ഹാരിസ്, പ്രിയപ്പെട്ട നമ്മുടെ കൗൺസിലർ ആബുലം ബഷീർക്ക, സി എച്ച് കുഞ്ഞബ്ദുള്ളക്ക, കെ എം ഉമ്മർ, സി കെ ഹംസ, മഹ്മൂദ് ബഹറുഹ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്കെല്ലാം അറിയാം പ്രിയപ്പെട്ട ചാലിയാട്ട് ഇസ്മായിൽ ഹാജിക്ക 2002